ഹലോ ലോളീസ്, വെൽക്കം ബാക്ക് ടു മോണാർക്ക്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടു അപെക്സിന്റെ അത്യാധുനിക ജിയോ ട്രാക്കിംഗ് സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ എൽ ഗ്രാൻഡ് ഡയോസ് ഡെൽ മാർ എന്ന ടൈറ്റൻ എക്സ് സാൻ ഫ്രാൻസിസ്കോയിലേക്ക് നീങ്ങുകയാണെന്ന് ജെയ്സൺ പ്രവചിച്ചു. ടൈറ്റന്റെ ദിശയിലേക്ക് മൊണാർക്ക് കപ്പൽ തിരിക്കാൻ അവൻ ടിമ്മിനോട് നിർദ്ദേശിക്കുകയും ചെയ്തു. ഈ കണക്കൂട്ടൽ വെച്ചിട്ട് മൊണാർക്ക് പസഫിക്കിലായി നാവികപ്പടയെ സജ്ജമാക്കുകയും അതുവഴി അതിനെ തകർക്കുമെന്നും അതിനുശേഷം ഗവേഷണ ആവശ്യങ്ങൾക്കായി അവശേഷിക്കുന്ന അവശിഷ്ടങ്ങൾ ശേഖരിക്കാമെന്നൊക്കെയായിരുന്നു കണക്കുകൂട്ടൽ. പക്ഷെ അത് മൊത്തം ഒരു മണ്ടത്തരമായിരുന്നു. സ്പെഷ്യൽ പ്രോജക്ട് ഹെഡായ ജെയ്സൺ അപെക്സ് സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ടിമ്മിനെയും മൊണാർക്ക് ക്രൂവിനെയും തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു. ടൈറ്റൻ എന്ന് പറഞ്ഞിട്ട് യഥാർത്ഥത്തിൽ അവരുടെ തിമിംഗലത്തെയായിരുന്നു പിന്തുടർന്നിരുന്നത്. മൊണാർക്കിന്റെ ഡേറ്റാബേസിൽ നിന്ന് എന്തോ മോഷ്ടിക്കാൻ അപെക്സ് നടത്തിയ ഒരു ചതിയായിരുന്നു ഇത്. അതേസമയം എൽ ഗ്രാൻഡ് ഡയോസ് ഡെൽ മാർ സാൻ ഫ്രാൻസിസ്കോയിലേക്ക് വരികയാണെന്ന് പറഞ്ഞ ലീയും ഹിരോഷിയും അടങ്ങുന്ന സംഘവും പരിഭ്രാന്തരായി. എന്നാൽ ഇതെല്ലാം ഒരു വ്യാജവാർത്തയായിരുന്നു എന്നവർ തിരിച്ചറിഞ്ഞപ്പോഴേക്കും പ്രധാനപ്പെട്ട ചില രഹസ്യങ്ങൾ അവർക്ക് മുന്നിൽ വെളിപ്പെട്ടിരുന്നു. അങ്ങനെ ടൈറ്റൻ യഥാർത്ഥത്തിൽ അതിനെ ദൈവമായി ആരാധിക്കുന്ന പ്രദേശമായ ചിലിയിലെ സാന്റാ സോൾഡാഡിലേക്കാണ് പോകുന്നതെന്ന് മനസ്സിലാക്കിയപ്പോൾ ഒപ്പം തന്നെ രൂക്ഷമായ പ്രശ്നമുണ്ടാക്കാൻ കാരണമായ കെയ്ക്കോയുടെ ആ കത്ത് ഹിരോഷി കണ്ടെത്തുകയും ചെയ്തു. ഇവിടുന്ന് നമ്മൾ പുതിയ അധ്യായത്തിലേക്ക് കയറുന്നത് മറ്റൊരു ഫ്ലാഷ് ബാക്കിലൂടെയാണ്. ഇതുവരെ കാണാത്തൊരു കാലഘട്ടം 1990. ഹിരോഷിയുടെ രണ്ടാമത്തെ ഭാര്യ എമിക്കോ കെൻഡാരോയ്ക്ക് ജന്മം നൽകാൻ കാത്തിരിക്കുന്ന സമയമാണത്. ആശുപത്രിയിലിരിക്കെ ഹിരോഷി ഫോണിലൂടെ കെയ്റ്റിന് ഫുർസാറ്റോ എന്ന താരട്ടുപാട്ട് പാടിക്കൊടുക്കുകയാണ്. കെയ്കോ പണ്ട് ഹിരോഷിക്ക് പാടിക്കൊടുത്തിരുന്ന അതേ താരട്ടുപാട്ട്. കെയ്റ്റിന് തൻ്റെ അച്ഛൻ അടുത്ത് വേണമെന്ന് ആഗ്രഹിക്കുന്ന അതേ സമയത്ത് തന്നെ കെൻഡാരോ ജനിച്ച വിവരം അറിയുന്നതും സ്നേഹവാക്കുകൾ പറഞ്ഞ് ഫോൺ വെച്ചിട്ട് പോകുന്ന ഹിരോഷി. അയാളെ സംബന്ധിച്ച് ഈ ബന്ധത്തിൽ ഒരു കുഞ്ഞിനെ പറ്റി ചിന്തിച്ചിരുന്നില്ലെങ്കിലും മകനുണ്ടായതിൽ സന്തോഷമുണ്ട്. അന്ന് എമിക്കോയുടെ ആഗ്രഹപ്രകാരമായിരുന്നു കുഞ്ഞിന് ഹിരോഷിയുടെ പിതാവിൻ്റെ പേര് നൽകിയത് പോലും. ബില്ലെന്ന് പേരിടാമെന്ന് നമ്മൾ പറഞ്ഞപ്പോൾ അത് തൻ്റെ വളർത്തച്ഛനാണെന്നും യഥാർത്ഥ അച്ഛൻ്റെ പേര് കെൻഡാരോ എന്നാണെന്ന് പറഞ്ഞവിടെ ഒരു പുതുജീവിതത്തിന് തുടക്കമായപ്പോൾ കെയ്റ്റിന് അവിടെ പിതാവിൻ്റെ സ്നേഹം കിട്ടാക്കനെയായി മാറുകയായിരുന്നു. ഇപ്പോൾ നോക്കിയാൽ ഇതേ ഹിരോഷിയുടെ മുന്നിൽ കെയ്ക്കോയുടെ അഭീതം പുറത്തു വന്നപ്പോൾ അവർ അതേപ്പറ്റി വിശദീകരിക്കാൻ നോക്കുന്നെങ്കിലും ഹിരോഷി അത് കേൾക്കാൻ തയ്യാറല്ല. സകല ദേഷ്യവും അടക്കി പിടിച്ച് നമുക്ക് സാന്റാ സോൾഡാഡിലേക്ക് പോയി ആ ടൈറ്റനെ തിരിച്ചയക്കാനുള്ള പ്രയത്നം നോക്കാമെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുവാണ്. അവൻ്റെ ആ ഒരു ദേഷ്യം കെയ്ക്കോയ്ക്ക് അറിയാൻ കഴിയും. ലീയുമായിട്ട് ഒരു വട്ടം സംഭവിച്ചു പോയ അബദ്ധം മാത്രമാണെന്ന് പറയാൻ ശ്രമിക്കുന്നെങ്കിലും നോ രക്ഷ. ലെറ്ററിലുള്ള ഐ ലവ് യു ലീ, മറ്റൊരു ജന്മത്തിൽ നമുക്കൊന്നിക്കാം എന്നുള്ള വാക്കുകൾ കൊണ്ട് തന്നെ അവന് മനസ്സിലായി ലിയോടുള്ള അവളുടെ സ്നേഹം. ഇതൊക്കെ കണ്ടിട്ടാണ് പാവം തൻ്റെ അച്ഛനായ ബിൽ എല്ലാം ഉപേക്ഷിച്ച് പോയെന്ന് അമർഷം കാട്ടുമ്പോൾ കെയ്ക്കോ അത് അംഗീകരിക്കുന്നേയില്ല. ഹിരോഷിയോട് അത്രയേറെ ഇഷ്ടമായിരുന്നു ബില്ലിന്. അന്ന് അവസാനമായി ഉണ്ടായിരുന്ന സമയം, അതായത് കസാഖിസ്ഥാനിലേക്ക് പോകുന്ന സമയം പോലും ബില്ലിന് ഹിരോഷിയുടെ അടുത്തേക്ക് പോകാനുള്ള വെമ്പലായിരുന്നു എന്ന് കെയ്ക്കോ ഓർമ്മിച്ച് പറയുവാണ്. അവരെ സംബന്ധിച്ച് അത് കേവലം 2 മാസം മുന്നേ നടന്ന സമയവും. കാരണം അന്നല്ലേ ആക്സിസ് മുണ്ടിയിലേക്ക് പെട്ടു പോകുന്നത്. ഹിരോഷി പൊറുക്കാൻ തയ്യാറല്ല. ഒരാൾ പോയെങ്കിലും ഇപ്പോൾ ലീഷ ഇല്ലേ എന്ന് പറഞ്ഞ് കുത്തിനോവിച്ച് പോകുമ്പോൾ ഇതെല്ലാം കണ്ടു നിൽക്കുന്ന ഹിരോഷിയുടെ മക്കൾ. അരിശത്തിൽ നിൽക്കുന്ന ഹീരോയെ ആശ്വസിപ്പിക്കാൻ ലീഷ ശ്രമിക്കുന്നുണ്ട്. കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കാതെ നിലവിലുള്ള ജീവിതത്തെ വിലമതിക്കാൻ ഉപദേശിച്ചുകൊണ്ടൊക്കെ. കേക്കോയെ തിരിച്ചു കൊണ്ടുവന്നത് നീയാണെന്നും ഇപ്പോൾ അവളെ വീണ്ടും അകറ്റാനാണ് ശ്രമിക്കുന്നതെങ്കിൽ ലോകത്തിലുള്ള ഏറ്റവും നല്ലൊരു മനുഷ്യരാണ് നീ അകറ്റുന്നതെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരെ സ്നേഹിച്ചതെ പറ്റി ലീ ഒരു കാര്യം കൂടി ഹിരോഷിയോട് പറയുന്നുണ്ട്. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായി പോകുന്നത് എന്തുകൊണ്ടാണെന്ന് ഒരു പരിധിവരെയെങ്കിലും നിനക്ക് മനസ്സിലാകുമായിരിക്കും എന്ന്. അതായത് ഹിരോഷിയുടെ ദാമ്പത്യം നോക്കിയാലും ആൾ വലിയ ക്ലിയർ ഒന്നും അല്ലല്ലോ. എല്ലാം കൊഴിഞ്ഞു മറിഞ്ഞു കിടക്കുന്ന അവസ്ഥ. നമുക്കിനി ഇവിടെ നിൽക്കണ്ട, സാന്റാ സോൾഡാഡിലേക്ക് പോവാം. എൽ ഗ്രാൻഡ് ഡയോസ് ഡെൽ മാറിൻ്റെ റൂട്ട് നേരത്തെ തന്നെ മനസ്സിലാക്കിയിട്ടുള്ള എയ്പെക്സ് ടീം ഇന്നേരം തന്നെ അവിടെ ഒരു പുഴയോരത്തായി തമ്പടിച്ച് സകല സജ്ജീകരണങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്ത 17 മണിക്കൂറിനുള്ളിൽ ടൈറ്റൻ എത്തുമെന്നാണ് അവരുടെ കണക്കുകൂട്ടൽ. അവിടേക്ക് ബ്രണ്ട് എത്തുമ്പോൾ ഒപ്പം മെയ്യുമുണ്ട്. ഒരു ലീഫിങ്ങിനെ കൺട്രോൾ ചെയ്ത പോലെ ടൈറ്റൻ എക്സിനെ ഈസിയായി നിയന്ത്രിക്കാമെന്ന ഒരു ധാരണയുമില്ല മെയ്ക്കും, അതേപോലെ തന്നെ ബ്രണ്ടയ്ക്കും. അതിനായി മെയ്യുടെ സാമർത്ഥ്യം വെച്ചിട്ട് ടൈറ്റനെ കൺട്രോൾ ചെയ്യാൻ പാകത്തിനുള്ള കോഡിങ്ങിന് വേണ്ടിയിട്ടാണ് അവളെ ഇവിടെ കൊണ്ടെത്തിച്ചിട്ടുള്ളത്. അധികം വൈകാതെ വിമാനമെത്തി കേക്കോവും സംഘവും വലിയ സംസാരമൊന്നുമില്ലാതെ ചിലിയിലേക്ക് പറക്കുമ്പോൾ മൊണാർക്ക് ഔട്ട്പോസ്റ്റ് കപ്പലിൽ ടിമ്മും ഡയറക്ടർ ബാരിസും തമ്മിൽ തർക്കം നടക്കുകയാണ്. കാരണം ടൈറ്റൻ ഇപ്പോൾ ബെറിംഗ് കടലിലാണെന്ന് അപെക്സ് സൈബർനെറ്റിക്സ് നൽകിയിരിക്കുന്ന പുതിയ അപ്ഡേറ്റ് കള്ളമാണെന്ന് ടിമ്മിന് ഉറപ്പാണ്. എന്നാൽ വിശ്വസിക്കാൻ കഴിയുന്ന ഒരു സോഴ്സ് വഴി ടൈറ്റൻ സൗത്ത് അമേരിക്കയിലേക്ക്, അതായത് ചിലിയുള്ള പ്രദേശത്തേക്കാണ് പോകുന്നതെന്ന് ടിം തറപ്പിച്ച് പറയുമ്പോൾ അത് ലീഷ നൽകിയിരിക്കുന്ന ഇൻഫർമേഷൻ ആണ്. ഒരു പിടികിട്ടാപ്പുള്ളിയുടെ വാക്ക് വിശ്വസിക്കുന്നതിനെ ബാരിസ് എതിർത്തുകൊണ്ട് ആദ്യം അത് തെളിയിക്കാൻ പറയുന്നതൊക്കെ കണ്ടിട്ട് നമുക്ക് തോന്നുന്നത് അപെക്സിന്റെ സമ്മർദ്ദം മൂലമോ ഇൻവെസ്റ്റേഴ്സിന്റെ ഭയം കാരണമോ ആണ് ബാരിസ് ടിമ്മിനെ വിശ്വസിക്കാൻ തയ്യാറാകാത്തത്. തെളിവ് കൊണ്ടുവന്നാൽ മാത്രമേ ദൗത്യത്തിന് അനുമതി നൽകൂ എന്ന് ബാരിസ് അവിടെ വ്യക്തമാക്കുന്നു. 2 മണിക്കൂറിനുള്ളിൽ കരയിലെത്തുമെന്നും അവിടുന്ന് ബോട്ടിലായി സാന്റാ സോൾഡാഡിൽ ഗ്രാമത്തിലേക്ക് എത്താമെന്നും ലീഷ അപ്ഡേറ്റ് നൽകുമ്പോൾ ഇതിനിടയ്ക്ക് കെയ്റ്റ് അന്ന് പാലത്തിനടുത്ത് വെച്ചുണ്ടായ അനുഭവം പങ്കുവയ്ക്കുന്നുണ്ട്. അവൾക്ക് വെള്ളത്തിൽ ഇറങ്ങിയപ്പോൾ എന്തൊരു വൈബ്രേഷൻ മൊത്തത്തിൽ പ്രകടമായതും
ആ സ്പന്ദനം ഒരുതരം താളം പോലെ തോന്നിയതിനെക്കുറിച്ചുമൊക്കെ. ഒരുപക്ഷെ അന്ന് മദ്യപിച്ചതിൻ്റെ എന്തെങ്കിലും ആയിരുന്നിരിക്കാം എന്ന് തള്ളിക്കളയുന്നെങ്കിലും പക്ഷേ കെയ്റ്റിന് എന്തോ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് കേട്ടോ. കാരണം ഔട്ട് പോസ്റ്റ് 180 വെച്ചും അവൾക്കിങ്ങനെ ഫീൽ ചെയ്തതായി നമ്മൾ കണ്ടില്ലേ. ഈ ഗ്രാമത്തിലേക്ക് ടൈറ്റൻ എത്തുമെന്നതിന് എന്തുറപ്പാണെന്ന സംശയം കെൻഡാരയ്ക്ക്. ലീഷായ്ക്കും കെയ്ക്കും അറിയാം ഈ ടൈറ്റൻ അവിടെ എത്തുമെന്നുള്ളത്. കാരണം ഈ ടൈറ്റൻ അവിടെ വരുന്നതിന് മുന്നോടിയായി ഒരു മുൻസൂചന പോലെ ഗ്രാമത്തിലുള്ളവർ ഒരു പാർട്ടി ചടങ്ങ് നടത്തിയത് അന്ന് കണ്ടതല്ലേ. അവർ ഈ മോൺസ്റ്ററിനെ കോക്കായ് എന്ന് വിളിക്കാറുണ്ട്. ബില്ലിൻ്റെ പ്രൊഡിക്ഷൻ വെച്ചിട്ട് കോക്കായ് ഓരോ 15 വർഷം കൂടുമ്പോഴും പ്രത്യക്ഷപ്പെടും. ഈ കണക്കുകൾ പ്രകാരം 2023 പുറത്തു വരേണ്ടിയിരുന്നത്. എന്നാൽ നിലവിൽ 2017 എത്തിയതിൻ്റെ റീസൺ ആക്സിസ് മുണ്ടിൽ നിന്ന് ലീയെ രക്ഷിക്കാൻ ഡോക്ടർ സുസുക്കിയുടെ പോർട്ടൽ ഡിവൈസ് പ്രവർത്തിച്ചപ്പോൾ അതുമൂലം കോക്കായ് നിശ്ചയത്തിൽ നേരത്തെ ഉണർന്ന് ഇവിടെ എത്തിപ്പെട്ടതാകാം എന്നാണ് കെയ്ക്കോ അനുമാനിച്ചെടുക്കുന്നത്. എന്തായാലും ബില്ലിൻ്റെ കണ്ടുപിടുത്തം വെച്ച് ടൈറ്റൻ എക്സിൻ്റെ മൈഗ്രേറ്ററി റൂട്ടിൽ സ്കൾ ഐലൻഡ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത പോയിന്റ് ഈ ഗ്രാമപ്രദേശത്തേക്കാണ്. ഇതിനിടയ്ക്ക് എയ്പെക്സിൻ്റെ പ്ലാൻ എന്താണെന്നറിയാൻ ടിം ഒരു കടന്നാക്രമണം നടത്താൻ ശ്രമിച്ചത് വഴി ഒരു സൂചന ലീഷായ്ക്കും ലഭിച്ചിട്ടുണ്ട്. അത് സംഭവം നമ്മൾ മെയിലൂടെ കണ്ടത് തന്നെ. ടൈറ്റൻ്റെ തലച്ചോറിൽ ഒരു ചിപ്പ് ന്യൂറൽ ഇംപ്ലാന്റ് ഘടിപ്പിച്ച് അതിനെ കൺട്രോൾ ചെയ്യാനാണ് ആപെക്സ് ലക്ഷ്യമിടുന്നത്. എയർ ലോഞ്ച് വഴിയോ മറ്റോ ഈ മിഷൻ നടത്താനായിരിക്കും അവരുടെ പദ്ധതി. ഒപ്പം ലീയുടെ സംശയം ഇതെന്തുകൊണ്ട് അവർ രഹസ്യമാക്കി ചെയ്യുന്നു എന്നും. ഇതിൻ്റെ പിന്നിൽ എന്തോ ദുരുദ്ദേശമുണ്ടെന്ന് ലീഷ ആശങ്കപ്പെടുന്നുണ്ട്. ഇവരങ്ങനെ കരയിലെത്തി ബോട്ട് മാർഗം സാന്റാ സോൾഡാൻ്റെ ഒരു കോർണറിലെത്തി അതീവ ജാഗ്രതയോടെ നടക്കുമ്പോൾ ഒരു പ്രശ്നം എയ്പെക്സിൻ്റെ സെക്യൂരിറ്റി ടീം അധികം വൈകാതെ തന്നെ ഒരു ബോട്ട് അഴിമുഖ പ്രദേശത്തായി ഒളിപ്പിച്ച് കെട്ടിയിരിക്കുന്നത് കണ്ടെത്തുന്നുണ്ട്. എയ്പെക്സ് സംഘത്തിൽ തീർച്ചയായും ജെയ്സണുമുണ്ട്. അയാൾക്ക് ഈ വിവരം ലഭിച്ച് അത് ബ്രണ്ടയെ അറിയിക്കുന്നതും അവറ്റകളിൽ തലയിടാണ്ടിരിക്കാൻ എന്ത് വേണമെങ്കിലും ചെയ്യാൻ നിർദ്ദേശം കൊടുക്കുന്നു. ആ ഗ്രാമം നോക്കിയാൽ ഇപ്പോൾ മൊത്തം നശിച്ച് നാറാണക്കല്ലായ അവസ്ഥയിലാണ്. അന്നത്തെ ആ സംഭവങ്ങൾക്ക് ശേഷം പിന്നീട് എപ്പോഴോ മൊണാർക്ക് ഇവിടെ വന്ന് താവളം അടിച്ച് സെർച്ച് നടത്തിയിരുന്നു എന്ന് ബ്രണ്ടയുടെ വാക്കിൽ നിന്നും പിടികിട്ടി. ഒരുപക്ഷെ ഗ്രാമവാസികൾ പലായനം ചെയ്തതിന് അതും ഒരു കാരണമായിരിക്കാം. കെയ്ക്കോയും സംഘവും ഇവിടേക്ക് എത്തിയിരിക്കുന്നത് മെയ് ചോർത്തി കൊടുത്തുകൊണ്ടാണോ എന്നുള്ള സംശയത്തിൽ ബ്രണ്ട അവളെയും കൂട്ടി സംസാരിക്കാൻ തുടങ്ങുമ്പോൾ അവരുടെ കാര്യം നോക്കിയാലോ ഹിരോഷി ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. കെയ്റ്റിന് ഇപ്പോഴും പിതാവിൻ്റെ മേൽ ഹെയ്റ്റുണ്ട്, റിലേഷൻ വിഷയത്തിലും ഉപേക്ഷിച്ചു പോയതെക്കുറിച്ചുമൊക്കെ. എന്നാൽ കെയ്റ്റ് ആക്സിസ് മുണ്ടിയിൽ പെട്ടുപോയ സമയമെല്ലാം കെൻഡാര കൂടുള്ളതുകൊണ്ട് ഹീറോയുടെ ആവലാതിയും വേദനയും അവൻ നേരിട്ട് കണ്ടതാണ്. അതത്രയ്ക്കും സ്നേഹമുള്ളതുകൊണ്ടാണെന്ന് പറഞ്ഞു കൊടുക്കാൻ നോക്കുന്നുണ്ട്, പക്ഷേ നോ യൂസ്. ലീഷ ആകത്ത് എന്തിനു സൂക്ഷിച്ചു വെച്ചെന്നുള്ള ചോദ്യം കെയ്ക്കോയിൽ നിന്നും. ഒരു വിരഹകാമുകൻ ഓർമ്മയ്ക്കായിട്ട് അങ്ങനെ ചെയ്തതിലും കുറ്റം പറയാൻ പറ്റില്ല. ഒടുക്കം ഇങ്ങനെയൊക്കെ ആവുമെന്ന് ആരും അറിയുന്നില്ലല്ലോ. എന്തായാലും ചെയ്ത തെറ്റിന് ഹിരോഷിയുടെ മാപ്പ് പറയാൻ പോലും പറ്റാത്ത വലച്ചിൽ ആണ് ഇരുവർ. എന്തായാലും സംഘം എയ്പെക്സ് വന്ന് താവളം അടിച്ചിട്ടുള്ളതായി കണ്ട് മനസ്സിലാക്കുന്നുണ്ട്. അവർ സർവ്വ സജ്ജീകരണങ്ങളാണെന്ന് കണ്ട് ബോധ്യപ്പെടുമ്പോൾ ബ്രണ്ടയുടെ പ്ലാൻ നോക്കിയാൽ അവർ ടൈറ്റന് മേൽ പ്രയോഗിക്കാൻ റെഡിയാക്കി വെച്ചിട്ടുള്ള പ്രൊജക്ടൈൽ ഒരു ഡ്രോണിലാക്കി അത് ലോഞ്ചാക്കിയ ശേഷം കൃത്യസമയം നോക്കി ആ ഡ്രോൺ ടൈറ്റന് നേരെ തൊടുത്തുവിടുക എന്നതാണ്. ബില്ലിൻ്റെ കുറിപ്പുകൾ വഴിയാണ് അവർ ടൈറ്റനെത്തുന്ന ഈ പോയിന്റ് ലൊക്കേറ്റ് ചെയ്തതെങ്കിലും മെയ്യോട് ബ്രണ്ട് പറയുന്നത് തങ്ങൾ നടത്തിയ ചില റിസർച്ച് വഴി കണ്ടെത്തിയതാണെന്നാണ്. തീർച്ചയായും നമ്മളിൽ ചിലരെ പോലെ തന്നെ മെയ്ക്കും സംശയമുണ്ട് ഈ ടൈറ്റൻ എന്തിനാണ് ഇങ്ങോട്ടേക്ക് വരാൻ പോകുന്നതെന്ന്. അതുപോലെ മുട്ടയിടാനോ ഊട്ടാനോ ആയിരിക്കുമെന്ന് ബ്രണ്ട് ഊഹിക്കുമ്പോൾ ഇതിനു മുന്നേ ഇതുപോലെ വന്നപ്പോൾ നമ്മൾ കണ്ടതെന്താ? അങ്ങനെ സംഭവിക്കുമോ? നമുക്ക് നോക്കാം. മൊണാർക്ക് ടീം എത്തിയതിന് പിന്നിൽ മെയ് ആണെന്ന് ബ്രണ്ട് സംശയം പ്രകടിപ്പിക്കുമ്പോൾ അതിന് മറുപടിയായി ചെയ്യുന്നത് ഒരു അപകടമാണെന്ന് അറിഞ്ഞിട്ടും താൻ ഇവിടേക്ക് എത്തിയത് അത് വർക്കാകും എന്ന വിശ്വാസത്തിലാണെന്നും അതിന് മറ്റുള്ളവരെ ഇങ്ങോട്ടേക്ക് വരുത്തി ചാരപ്രവർത്തനം നടത്താൻ ഉദ്ദേശിച്ചിട്ടില്ലെന്ന് മെയ് അപ്പോൾ തന്നെ വ്യക്തമാക്കുന്നുമുണ്ട്. ബ്രണ്ടയ്ക്ക് അവളുടെ വിശ്വാസമില്ലെങ്കിൽ പോലും നിലവിൽ കോഡിങ്ങിൽ അവളുടെ വൈദഗ്ധ്യം ആവശ്യമുള്ളതുകൊണ്ട് അതിലേക്ക് ഫോക്കസ് ചെയ്യാൻ പറഞ്ഞു പോകുമ്പോൾ ഇനി കേവലം 3 മണിക്കൂർ മാത്രം ടൈറ്റൻ എക്സ് അവിടേക്ക് എത്തിച്ചേരാൻ. വൈകാതെ ലീഷായും കെയ്ക്കോയും അടങ്ങുന്ന സംഘം ആ കാട്ടുപ്രദേശത്തായി ഒരു മൊണാർക്ക് ഔട്ട് പോസ്റ്റ് കണ്ടെത്തി കയറി പറ്റുന്ന വഴി 1957 ആ സംഭവങ്ങളുണ്ടായി. പിന്നീട് ലീയും കെയ്ക്കോയും മിസ്സിംഗ് ആയ ശേഷം 1 ദശാബ്ദത്തോളം മൊണാർക്ക് ഇവിടെ ടൈറ്റൻ എക്സിൻ്റെ സൈറ്റിങ്ങിന് വേണ്ടി തമ്പടിച്ചിരുന്നതായി മനസ്സിലാക്കുന്നു. 1968 കാലഘട്ടത്തിലും ഇവിടെ പ്രവർത്തനം നടന്നതായി മനസ്സിലാക്കുന്നതോടൊപ്പം കുഞ്ഞു ഹിരോഷിയുടെ ഒരു ഡ്രോയിങ് കണ്ടെത്തുന്നതിലൂടെ അവിടെ ബില്ലും ഉണ്ടായിരുന്നതായി മനസ്സിലാക്കുന്നു. ആ ഡ്രോയിങ് ഹിരോഷി എത്രമാത്രം ബിൽ അടുപ്പിച്ചു വെച്ചിരിക്കുന്നു എന്നതിന് തെളിവാണ്. കെയ്ക്കോ ഇതുകൊണ്ട് ഇമോഷണലായി പിന്നീടുണ്ടാവുന്ന സംസാരത്തിൽ ഹിരോഷിക്ക് ഇപ്പോഴാണ് സമാധാനമായത് എന്ന് പറയുവാണ്. കാരണം ഇക്കാലം അത്രയും തൻ്റെ എന്തോ പ്രശ്നം കൊണ്ടാണ് ബില്ല് ഉപേക്ഷിച്ചത്, തന്നോട് സ്നേഹമില്ലാത്തത് കൊണ്ടായിരിക്കാം എന്നൊക്കെയാണ് കരുതിയിരുന്നത്. എന്നാൽ ആ ലെറ്റർ കണ്ടതോടെ താനല്ല അതിന് കാരണക്കാരൻ എന്നവന് മനസ്സിലായി. അതൊരു റിലീഫുമായി. മാത്രമല്ല ഹിരോഷി ഒറ്റപ്പെട്ടു പോയതിൽ കെയ്ക്കോയ്ക്ക് കുറ്റബോധമുള്ളത് അന്ന് കസാക്കിസ്ഥാനിൽ വെച്ച് തൻ്റെ തീരുമാനത്തിൽ ഇറങ്ങിയത് വഴി പെട്ടുപോയതാണ്. അങ്ങനെ അന്ന് ചെയ്തില്ലായിരുന്നെങ്കിൽ മകനെ സ്നേഹിച്ച് വളർത്താൻ കഴിഞ്ഞേനെ എന്നൊക്കെ വികാരാധീനയാവുമ്പോൾ ഹിരോഷിക്കുള്ളിൽ തൻ്റെ കുടുംബത്തോട് എത്രമാത്രം സ്നേഹമുണ്ടായിരുന്നെങ്കിലും തൻ്റെ ജോലിയും കർത്തവ്യവും എങ്ങനെ അതിനെ ബാധിച്ചു എന്ന് കേട്ടുന്നൊരു കൊച്ചു ഫ്ലാഷ് ബാക്ക് കൂടി നമ്മൾ കാണുവാണ്. സ്കൾ ഐലൻഡിൽ വെച്ച് മരണപ്പെട്ട ബില്ലിൻ്റെ നിർണായക വിവരങ്ങൾ അടങ്ങിയ ആ സഞ്ചി ഒടുക്കം മൊണാർക്കിലേക്ക് വന്നെത്തിയെക്കുറിച്ച് മുമ്പ് പറഞ്ഞ ഓർമ്മയില്ലേ? 2014 ഈ സംഭവം. ഇത് ലഭിച്ചതും ടിം ഉടനെ വിളിച്ചറിയിച്ചപ്പോൾ ഹിരോഷി ഏറെ കാലത്തിന് ശേഷം തൻ്റെ കുടുംബത്തോടൊപ്പം ചെലവഴിക്കാനായി
തൊട്ടടുത്തുവരെ എത്തി നിൽക്കുന്ന നിമിഷമായിരുന്നു. ബില്ലിൻ്റെ ഡോക്യുമെൻറ്റ്സ് ആണെന്നും മകനെ നിങ്ങളാണ് വേറെ ആരെക്കാളും അത് പരിശോധിക്കേണ്ടത് എന്ന് ടിം പറഞ്ഞെടുത്ത് ഹിരോഷി നിന്നത് അദ്ദേഹം എൻ്റെ സ്വന്തം അച്ഛനല്ല, പഴയ ഓർമ്മകൾ പോലും മനസ്സിലില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. എന്നാൽ ബില്ലിന് മേലുള്ള ഉള്ളിലെ ആ നൊമ്പര സ്നേഹത്തിൻ്റെ പുറത്ത് അന്ന് ഹിരോഷി കുടുംബത്തെ കാണുന്നതിൽ നിന്ന് പിന്തിരിഞ്ഞ് ബില്ലിൻ്റെ ബിലോങ്സിനടുത്തേക്ക് ചെല്ലുകയായിരുന്നു. കാരണം അവനിൽ അപ്പോഴും ശേഷിക്കുന്ന സ്നേഹമായിരുന്നു അത്. രണ്ടും കൽപ്പിച്ച് ചിലിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന മൊണാർക്ക് ഷിപ്പിന് ഒരു ഭീകര സിറ്റുവേഷൻ നേരിടേണ്ടി വരികയാണ്. ആ ടൈറ്റനെ ലൊക്കേറ്റ് ചെയ്തു. എന്നാൽ അത് തങ്ങളുടെ പിറകെയാണ്. അതിവേഗത്തിൽ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. 500 മീറ്റർ, 300 മീറ്റർ. ഒടുവിൽ ആ മോൺസ്റ്റർ കപ്പലിനെ തഴുകിക്കൊണ്ട് കടന്നു പോവുകയാണ് സാന്റാ സോൾഡാഡിലേക്ക്. ആ വേഗതയെ കപ്പലിനെ മറികടക്കാനാകില്ലെന്നറിയാവുന്നതുകൊണ്ട് ടിം ഈ വിവരം ലീഷയെ അറിയിക്കാൻ തീരുമാനിക്കുന്നു. മാത്രമല്ല ഇതൊരു ഉത്തമ തെളിവും കൂടിയാണ് ടിമ്മിന്. ഏപെക്സ് തെറ്റായ വിവരങ്ങളാണ് നൽകുന്നതെന്ന് ബാരിസിനെ ഇനി ശക്തമായി ധരിപ്പിക്കാനും കഴിയും. ഗ്രാമത്തിൽ നിന്നേരം ടൈറ്റനുമായിട്ടുള്ള പോരാട്ടത്തെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ചെയ്യുകയാണ് ബ്രൻഡ. അതും ഏപെക്സിൻ്റെ CEO ആയ വോൾട്ടർ സിമൺസിനോട്. സിനിമയിൽ കണ്ടിട്ടുള്ള ഈ പുള്ളിയെ നമുക്ക് ഇവിടെയും വൈകാതെ കാണാമെന്ന് പ്രതീക്ഷിക്കാം. വാൾട്ടറോട് കാര്യങ്ങളെല്ലാം നമ്മുടെ കയ്യിൽ ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല എന്ന് ധരിപ്പിക്കുമ്പോൾ സത്യാവസ്ഥ അറിയുന്നത് മെയ്യും ജെയ്സണും തമ്മിൽ സംസാരിക്കുമ്പോഴാണ്. ജസ്റ്റ് 15 മിനിറ്റിനുള്ളിൽ ടൈറ്റൻ എത്തിപ്പെടുമെന്നും എല്ലാവരും പ്രിപ്പയറായി വരാനും ജെയ്സൺ ഇൻസ്ട്രക്ഷൻ നൽകുമ്പോൾ മെയ്ക്ക് ഇനിയും സമയം ആവശ്യമാണ്. കോഡിങ്ങിൽ സിനാപ്റ്റിക് ലിങ്കൊക്കെ ഇനിയും പെർഫെക്റ്റ് ആക്കേണ്ടതുണ്ട്. എന്നാൽ അവരുടെ സമയം ശേഷിക്കുന്നുമില്ല. ഇതിനിടയ്ക്ക് അവിടെ തകർന്ന ബാറിലേക്ക് പമ്മി കയറി പറ്റുന്ന ലീഷ ആൻഡ് കോ മെയ്യെ കണ്ട് ഇവളെന്തോ എവിടെയെന്ന പോലെ നിന്ന് അവൾ പരാതിപ്പെടുന്നതെല്ലാം കണ്ട് കിട്ടുന്ന ഒരു തക്കത്തിന് പതിയെ വിളിച്ച് തങ്ങളുടെ അടുത്തേക്ക് എത്തിക്കുമ്പോഴാണ് അവൾ മറ്റൊരു ജീഡെ ഉണ്ടാവാതിരിക്കാനും ടൈറ്റനെ കൺട്രോൾ ചെയ്യാനുമുള്ള ഈ ഓപ്പറേഷനെ അനുകൂലിക്കുന്നതായി പറയുന്നത്. ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത് അവൾ ഉറച്ചു വിശ്വസിക്കുന്നു. ഇതിൻ്റെ പിന്നിൽ എന്തൊക്കെയോ ദുരുദ്ദേശങ്ങളുണ്ടെന്നും മിഷൻ ഉപേക്ഷിക്കാനുമായി കേറ്റ് ദേഷ്യപ്പെടുന്നതിലൂടെ മെയ് തയ്യാറാവാതെ പിണങ്ങി പോകുമ്പോൾ ലീക്ക് കാര്യങ്ങൾ ഏകദേശം പിടികിട്ടി തുടങ്ങുകയാണ്. ഇവരെന്തിനാണ് ഈ റെവല്യൂഷണറി ഡിസ്കവറി മറച്ചു വയ്ക്കുന്നതെന്ന് വെച്ചാൽ മെയ് പറഞ്ഞില്ലേ, ടൈറ്റനെ കൺട്രോൾ ചെയ്ത് മറ്റൊരു വൻ ആക്രമണം തടയാൻ കഴിയും. അതേപോലെ തന്നെ അതിനെ കൺട്രോൾ ചെയ്ത് അവരുദ്ദേശിക്കുന്ന പ്രദേശങ്ങളിൽ ആക്രമണം നടത്താനും കഴിഞ്ഞാലോ, ഒപ്പം വലിയ വലിയ സാമ്പത്തിക ബെനിഫിറ്റ്സും. ഏറ്റവും വലിയ തുകയ്ക്ക് ലേലം വിളിക്കുന്ന ഭീമന്മാർക്ക് ഇത് ആയുധമായി നൽകി അവർക്കെതിരെ നിൽക്കുന്നവർക്ക് നേരെ പ്രയോഗിക്കാൻ കൂടെ ആയിക്കൂടി ഇതിങ്ങനെ മറച്ചു വെച്ചിരിക്കുന്നത്. ലീഷായി പറഞ്ഞത് ഗൗരവകരമായൊരു കാര്യമാണ്. അത് ഗോഡ്സില വേഴ്സസ് കോങ്ങിലേക്ക് വരുമ്പോൾ മനസ്സിലാവും. ഇപ്പോൾ ലീഷ പറഞ്ഞ പോലൊരു കാര്യം മുന്നിൽ വേറൊരു ഷാ പറഞ്ഞതായും കേട്ടിട്ടുണ്ട്. വൈകാതെ ആ നിമിഷം എത്തിയിരിക്കുകയാണ്. ആ ഗ്രാമത്തിൽ മൊത്തം കുലുക്കം. ടൈറ്റനെക്സ് അതിൻ്റെ പാരസൈറ്റ്സിനെ വിളിക്കുന്ന ആ ടൈറ്റൻ സോങ് അവിടെ മുഴങ്ങുന്നതും സ്കരാബുകളുടെ കൂട്ടം ഗുഹയിൽ നിന്നും മറ്റുമൊക്കെ പൊട്ടിപ്പുറപ്പെട്ട് വരികയാണ്. ഏപെക്സ് സെൻറ്ററിലെ CCTVയിൽ ഇത് കണ്ട് പ്രദേശത്തുള്ള ഓപ്പറേറ്റേഴ്സിനെ ഒഴിപ്പിക്കാൻ പറയുന്നതോടൊപ്പം ഉടൻ തന്നെ ഡ്രോൺ ലോഞ്ച് ചെയ്യാൻ ഉത്തരവിടുകയാണ് ബ്രണ്ട, മെയ്യുടെ വാക്കുകൾ അവഗണിച്ചുകൊണ്ട്. ഇതിനിടയിൽ ആ ഡ്രോൺ ഫെയിലാക്കാൻ ലീഷായ സംഘവും പരിശ്രമിക്കുമ്പോഴാണ് സ്കരാബുകൾ വരുന്നത് കാണുന്നത്. ഷാ മറ്റുള്ളവരെ ഒരു കുടിലേക്ക് കയറ്റി ഡ്രോൺ തകർക്കാൻ നോക്കുന്നതിലും അത് ശക്തമായി തന്നെ ലോഞ്ച് ആവുന്നു. ഇതോടെ സ്കരാബുകൾക്കിടയിൽ പെട്ടുപോകുന്ന ഷാ ഭാഗ്യത്തിന് ആ പഴയ ആൾത്താരയ്ക്ക് കീഴിൽ തട്ടി വീഴുകയാണ്. പണ്ടുകളുടെ ഇടയിൽ പെടാതെ കിടക്കുന്ന ഷായെ വൈകാതെ അവിടെ കാലിയാവുന്നതും കെയ്ക്കോയും കൂട്ടരും വന്ന് പൊക്കിയെടുത്തുകൊണ്ട് പോകുമ്പോഴാണ് കെയ്റ്റിന് വീണ്ടും ആ ഒരു ഫീലിംഗ്. അവൾക്ക് ആ വൈബ്രേഷൻ വീണ്ടും തോന്നുകയാണ്. നോക്കുമ്പോഴതാ ടൈറ്റനെക്സ് അവിടെ പൊങ്ങി നിന്നതിൻ്റെ പാരസൈറ്റ്സിനെ വിളിക്കുകയാണ്. അസ്വാഭാവികമായി കെയ്റ്റിനും അതേ ഫീലിംഗ് ഉണ്ടായി. അവളെ മൈൻഡ് കൺട്രോൾ ചെയ്ത് അതടുത്തേക്ക് വിളിക്കുന്ന പോലെ. സ്വബോധം നഷ്ടപ്പെട്ട പോലെ അവൾ മെല്ലെ നടന്ന് ആ ബോട്ട് ചിട്ടിക്ക് അടുത്തേക്ക് പോയി നിൽക്കുന്നതും കോക്കായി ഉയർന്നു പൊന്തി അങ്ങനെ നിന്ന് ആടുവാണ്, കെയ്റ്റിനെ അടുത്തേക്ക് ആകർഷിച്ച് വരുത്തുന്ന പോലെ. ഹിരോഷി കെയ്റ്റിനെ കാണാഞ്ഞ് ഈ കാഴ്ച കണ്ട് ഭയന്നോടി അവളുടെ അടുത്തേക്ക് എത്തുന്ന നിമിഷം ഇത് കണ്ട് അമ്പരന്ന് മെയ് ബ്രണ്ടയുടെ മിഷൻ നിർത്താൻ ആവശ്യപ്പെടുമ്പോൾ ഇതിനിടയിലൂടെ പായുന്ന ഡ്രോണിനെ തട്ടിമാറ്റാൻ ശ്രമിക്കുന്ന ടൈറ്റൻ മോൺസ്റ്ററിന്റെ തലങ്ങും വിലങ്ങും പറന്നൊടുവിൽ ഒരു ടാർഗറ്റ് ലഭിച്ച് അതിന്റെ തലഭാഗത്ത് പ്രൊജക്ടൈൽ ലോഞ്ച് ചെയ്യുന്നെങ്കിലും അത് ടെന്റക്കിൾസ് വെച്ച് തടയുന്നു. അതിൽ വന്ന് തറയ്ക്കുന്നതോടെ ബാണം ആക്ടിവേറ്റ് ആവുകയാണ്. ഇതോടെ ടൈറ്റന്റെ ശരീരം മൊത്തത്തിൽ ഒരു ഷോക്ക് പോലെ ആവുന്നതും അതിന് അസഹ്യമായ വേദനയും രോദനവുമായി അക്രമാസക്തമാവുന്നു. ഇതോടെ കെയ്റ്റിനും അതേ വേദന ഫീൽ ചെയ്ത് ആ ഒരു ട്രാൻസ് അവസ്ഥ മാറി സ്വബോധം തിരിച്ചു വരുന്നെങ്കിലും പക്ഷേ പിന്നീട് അവിടെ സംഭവിക്കുന്നതോ ആ പ്രൊജക്റ്റിൽ വെച്ചിട്ട് കോക്കയുടെ ന്യൂറോൺസിലേക്ക് ന്യൂറൽ ഫയറിംഗ് നടത്തുന്നെങ്കിലും വൈകാതെ അത് ഓവർലോഡ് ആവുകയാണ്. കാരണം ടൈറ്റൻ്റെ ഉള്ളിലുള്ള അത്രയും ന്യൂറോണുകളിലേക്ക് ടെൻറ്റക്കിൾ വഴി കടക്കാൻ ആ പ്രൊജക്റ്റിലിന് സാധിക്കുന്നില്ല. ഈ ഒരു സിറ്റുവേഷനിൽ നിൽക്കെ പിന്നെ നമ്മൾ കാണുന്നതോ ആ സ്കരാബുകളെല്ലാം കൂടി ആ പ്രൊജക്റ്റിലിനടുത്തേക്കെത്തി ടൈറ്റൻ്റെ ടെൻറ്റക്കിൾ കാർന്ന് തൊട്ട് താഴെ വെച്ച് മുറിച്ചു മാറ്റുന്നു. ഇതോടെ പിന്നെ ടൈറ്റൻ റാമ്പേജ് മൂഡിലാവുകയാണ്. തന്നെ നോവിച്ചതോടെ അവിടെയുള്ള സകലതും അത് അടിച്ച് നിരപ്പാക്കാൻ തുടങ്ങുന്നു. ഉടൻ തന്നെ ഒഴിയാൻ ഓർഡർ നൽകി ബ്രണ്ട തന്റെ മിഷൻ ഫെയിലായ അവസ്ഥയിൽ നിൽക്കെ മെയ് വന്നിട്ട് അവളെ അപകടത്തിൽ നിന്ന് പിടിച്ചു മാറ്റുകയാണ്. ജെയ്സൺ ഈ തക്കത്തിന് വാല്യുബിൾ ആയിട്ടുള്ള ചില ടെക് അടിച്ചു മാറ്റി അവിടെ നിന്ന് ഒഴിയുമ്പോൾ മുറിച്ചു മാറ്റിയ ഭീമൻ ടെൻറ്റക്കിൾ താഴേക്ക് പതിക്കുന്നിടത്ത് നിന്ന് ഹിരോഷി കെയ്റ്റിനെയും കൊണ്ട് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. എന്നാൽ ഹിരോഷി വിട്ടുപോവുകയാണ് ഉണ്ടാവുന്നത്.
ടൈറ്റൻ മിക്കതും അടിച്ചു നിർത്തി രൂക്ഷമായി അവിടുന്ന് മുങ്ങി തിരികെ പോകുമ്പോൾ എന്താണ് സംഭവിച്ചെന്ന ഭീകരതയിൽ നിൽക്കുകയാണ് ബ്രൻഡ. എന്നാൽ ഇതിൻ്റെ പ്രത്യേകത നേരിടേണ്ടി വരുന്നത് ഹിരോഷിയും. ആ അപകടത്തിൽ അയാളുടെ വയറ് പിളർന്ന് വല്ലാത്ത അവസ്ഥയിൽ കിടക്കുന്നു. കെയ്റ്റ് രക്ഷിക്കാമെന്നും ഒന്നുമില്ലെന്നും വിങ്ങി പൊട്ടുന്നെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിയുന്നതിലും അപ്പുറമാണ് ആ സിറ്റുവേഷൻ. ഒടുക്കം അമ്മയും മകളും ചേർന്ന് ഹിരോഷിയുടെ കണ്ണടയും വരെ ആ ഒരു നിദ്രാഗീതം പാടി. അങ്ങനെ അവിടെ അയാൾ അന്ത്യശ്വാസം വലിച്ച് ആ ജീവനും പൊലിയുകയാണ്. ഇതിനിടയ്ക്ക് മെഡിക്സിനെ തപ്പിപ്പോയ കെന്റാരോ എത്തുമ്പോഴേക്കും എല്ലാം കഴിഞ്ഞിരുന്നു. ഗ്രാമത്തിലേക്ക് എത്തുന്ന ടിമ്മും സംഘവും തങ്ങളുടെ പ്രധാനിയായ ഹിരോഷി മരിച്ചു കിടക്കുന്ന ആ കാഴ്ച കണ്ട് തരിച്ചു നിൽക്കുവാണ്. തൻ്റെ തെറ്റുകൾ തിരുത്തി ഒരു നല്ല അച്ഛനാകാൻ ഹിരോഷി തീരുമാനിച്ച നിമിഷം തന്നെ മരണം സംഭവിച്ചു എന്നത് ഏറെ സങ്കടകരമാണ്. എന്തൊക്കെ പറഞ്ഞാലും രണ്ട് കുടുംബങ്ങൾക്കിടയിൽപ്പെട്ട് ഉഴലുന്നതിനേക്കാൾ ഉള്ള ഒരു കുടുംബത്തെ സ്നേഹിക്കുന്നതാണ് നല്ലത് എന്ന് നിങ്ങളുടെ നിഗമനത്തോട് ഞാൻ പൂർണ്ണമായും യോജിക്കുന്നു. ടൈറ്റനെയാണ് നോവിച്ചു വിട്ടിരിക്കുന്നത്. ഇനി നടക്കാൻ പോകുന്നത് എന്തായാലും ഇതുവരെ കണ്ട പോലെ ആയിരിക്കില്ല. പുത്തൻ സംഭവങ്ങളുമായി നമുക്ക് മറ്റൊരു അധ്യായവുമായി വീണ്ടും കാണാം സുഹൃത്തുക്കളെ. സി യു, ടേക്ക് കെയർ.